ഇന്ന് ഒരു പുതിയൊരു പരിപാടിയുമായിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. സാധാരണ ഞാൻ വരാറുള്ളത് സോങ്ങും അല്ലെങ്കിൽ ആൽബം അങ്ങനെയൊക്കെയാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഡിഷ് വാഷ് ഉണ്ടാക്കാം വീട്ടിൽ തന്നെയാണെന്നുള്ള ഒരു ചെറിയൊരു ടിപ്സുമായിട്ട് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തണം. ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വളരെ പെട്ടെന്ന് കിട്ടാൻ സാധിക്കും. ഓക്കെ, അപ്പൊ സമയം കളയുന്നില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഡിഷ് വാഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിന് വേണ്ട കെമിക്കൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോഡിയം സൾഫേറ്റ് 100 ഗ്രാം, ക്ലാസിക് സോഡ 150 ഗ്രാം, 1 ലിറ്റർ സ്ലറി, പെർഫ്യൂം, കളർ നമുക്ക് ആവശ്യത്തിന്, പെർഫ്യൂം നമുക്ക് ആവശ്യത്തിനാണ് യൂസ് ചെയ്യാറ്. പിന്നെ വെള്ളം നമുക്ക് 7 ലിറ്റർ വെള്ളം വേണം. 8 ലിറ്റർ ആണ് നമ്മൾ ഇതിന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 8 ലിറ്റർ ഡിഷ് വാഷിന് വേണ്ട കെമിക്കലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൽ 2 ബക്കറ്റ് നമുക്ക് എടുക്കാം. ഒരു ബക്കറ്റിലേക്ക് നമ്മൾ 4 ലിറ്റർ വെള്ളം ഒഴിക്കാം. നാല് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ ക്ലാസിക് സോഡ അതിലേക്ക് ഇടാം. ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലായ പൊള്ളുന്നൊരു സാധനമാണ്. കുട്ടികളൊക്കെ അടുത്ത് ഉണ്ടാവാതെ സൂക്ഷിക്കുക. മേത്തായൊരു സാധനം പൊള്ളും, അപ്പൊ വെള്ളത്തിലൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സാധനം. നല്ല ഇങ്ങനെ ചേർച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേപോലത്തെ ഒരു പൈപ്പ് എടുക്കുക, ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കരുത്, ഒരു സൈഡിലേക്ക് ക്ലോക്ക് ഇതിൽ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് വെള്ളം നോക്കിയാൽ കാണാം, ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഇളക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ വീണ്ടും പച്ചവെള്ളത്തിൻ്റെ ഒരു ഇതിന് നിറത്തിലേക്ക് തന്നെ വരും സംഭവം. ഈ സംഭവം നല്ല ചൂടായിരിക്കും കേട്ടോ. ഇത് 10 മിനിറ്റ് നമ്മൾ തണുപ്പിക്കാൻ വെക്കണം. തണുത്ത ശേഷം മാത്രമേ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് സ്ലറി ഒഴിക്കാൻ പാടും. മേത്തായ പൊള്ളു സാധനം കെമിക്കലാണ്. എല്ലാവരും ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സംരംഭമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ എന്താ പറയുക, അടുത്തുള്ള വീടുകളൊക്കെ ഷോപ്പിലൊക്കെ കടകളിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് വിൽക്കുകയൊക്കെ ചെയ്യാം. അത് ലാഭം കിട്ടുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇളക്കിയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇതൊന്ന് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇത് 10 മിനിറ്റ് നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിക്സിങ് തുടങ്ങാം. 10 മിനിറ്റ് ഒന്ന് തണുക്കട്ടെ. അപ്പോൾ നമുക്ക് ക്ലാസിക് സോഡ തണുത്ത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി സ്ലറി ഒഴിക്കാൻ പോവാണ്. സ്ലറി ഇതാണ് കണ്ടത്തിപ്പോൾ കണ്ട പച്ച വെള്ളം പോലെ. ആദ്യം നമ്മളൊരു കഞ്ഞിവെള്ളം പോലെ ആയിരുന്നില്ല ഈ സാധനം, തണുത്തപ്പോൾ ഇതാണ് പച്ച വെള്ളം പോലെ. അപ്പം ഇങ്ങനെ 10 മിനിറ്റ് തണുപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ സ്ലറി ഒഴിക്കാം. ഈ സാധനമാണ് നമ്മളെ ഡിഷ് വാഷിനാണെങ്കിലും സോപ്പ് ഓയിലാണെങ്കിലും പത ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാഴ്ചാൽ ഇളക്കുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കുക. അങ്ങനെ തിരിച്ച് ഇളക്കുമ്പോൾ ഇത് ഈ പത ഉള്ളത് കൊണ്ട് നമുക്ക് ഇളക്കാൻ ഒരു പ്രയാസമായിരിക്കും. അപ്പോൾ ക്ലോക്ക് വെച്ച് തന്നെ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കുക. ഇതിലേക്ക് ഒഴിക്കുകയാണ്. പത പൊങ്ങി വരുന്നുണ്ട്. ഇതേപോലെ പത ഇങ്ങനെ പൊങ്ങി വരും. ഇത് നമുക്ക് 10 ലിറ്റർ വരെ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ 8 ലിറ്റർ ഉണ്ടാക്കുന്നുള്ളൂ. 10 ലിറ്റർ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അതിന് കുറച്ച് കട്ടി കുറയുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല.
ലിറ്ററൊക്കെ നല്ല കട്ടിയിലായിരിക്കും സാധനം ഉണ്ടാവുക. ഇത് ഇപ്പോൾ ഒരു സ്ലറി വെച്ചപ്പം എൻ്റെ ഈ സാധനം ചൂടായിട്ടോ. അതുകൊണ്ട് നല്ല ബക്കറ്റൊക്കെ തൊട്ട് നോക്കിയാൽ അറിയാം നല്ല ചൂടായിരിക്കും സാധനം. ഇത് തണുപ്പിക്കാൻ വെക്കണം. ഇതൊരു 5 മിനിറ്റ് തണുക്കാൻ വെക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇതിനെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച ആൺഭാഷ കേട്ടോ. ഈ സൈഡിലുണ്ട് ആൺഭാഷാണ്. ആൺഭാഷിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് ഐറ്റംസ്, സോപ്പാണെങ്കിൽ സോപ്പ് ഇടുന്നെങ്കിലും അതിനൊക്കെ ഒരു മെറ്റീരിയൽസ് നിങ്ങൾ മുന്നിലേക്ക് ഞാൻ ഈ ചാനൽ വഴി തീർച്ചയായും എത്തിച്ചിരിക്കും. ഇതൊന്നൊരു 5 മിനിറ്റ് തണുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടിയും ചേർക്കാം. 3 ലിറ്റർ വെള്ളം കൂടിയും ചേർക്കാൻ പോകുന്നത്. കപ്പാണ്. ഇതെല്ലാം മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 100 ഗ്രാം സോഡിയം സൾഫേറ്റ് ചേർക്കുക. ഇതൊക്കെ കെമിക്കലാണെന്നെങ്കിൽ അത്ര വീര്യമുള്ള കെമിക്കലല്ല, എന്നാലും നമ്മൾ കൈമൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിറ്റായിട്ട് തന്നെ നമ്മൾ കെമിക്കൽ കടയിൽ പോയി ചോദിച്ചാൽ കിട്ടുന്നതായിരിക്കും. എല്ലാ ജില്ലയിലും ഉണ്ട് ഈ സംഭവം. കെമിക്കൽ കടയിൽ എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ്. അത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ കെമിക്കൽ കടയിൽ പോയി ചോദിക്കുമ്പോൾ ഇതിൻ്റെ കിറ്റ് ചോദിക്കുകയായിരിക്കും നല്ലത്. കാരണം സെപ്പറേറ്റ് നിങ്ങൾ മേടിക്കാതിരിക്കുക. സെപ്പറേറ്റ് മേടിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അളവുകൾ കറക്റ്റായി കിട്ടില്ല. കിറ്റാകുമ്പോൾ നമുക്ക് അവർ കറക്റ്റ് അതിൻ്റെ എന്ത് ചെയ്യും, എല്ലാ അളവിൽ തൂക്കി അവർ കിറ്റാക്കി തരും. അവരെന്നെ പറഞ്ഞു തരും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വളരെ സുഖമായിരിക്കും. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കിറ്റാകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ നമ്മളെ സ്മെല്ല് പെർഫ്യൂം ചേർത്ത് കൊടുക്കുക. നമ്മൾ പെർഫ്യൂം ഇഷ്ടമുള്ള ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൈമിൻ്റെ ചേർക്കുന്നത്. കാരണം ഡിഷ് വാഷിന് ഏറ്റവും നല്ലത് ലൈമാണ്. കാരണം നാരങ്ങേൻ്റെ ആ സ്മെല്ലാണ് എല്ലാവരും കൊടുക്കാറ്. അത് നാരങ്ങൻ്റെ സ്മെല്ല് ഒന്ന് കൊടുക്കാൻ കാരണം നമ്മൾ പാത്രത്തിലൊക്കെ പോകാൻ വളരെ സുഖത്ത് ഈ ലൈമിൻ്റെ സ്മെല്ലാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു കളർ വേണമെങ്കിൽ ചേർത്താൽ മതി. കാരണം ഒരു ലൈറ്റ് കളർ ചേർക്കുന്ന ഒരു ഷോക്ക് നല്ലൊരു കാണാനൊരു ഭംഗിയായിരിക്കും കളർ ചേർക്കുകയാണെങ്കിൽ. അവിടെ കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. എന്തായാലും
കുറച്ച് കളർ ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഡിഷ് വാഷ് ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഡിഷ് വാഷായി. തണുപ്പുരൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കളർ എടുത്തത്. അപ്പോൾ ഇത് നമ്മളൊരു കുപ്പിയിലേക്ക് ഇനി ആക്കിയാൽ നമുക്ക് ഡിഷ് വാഷായി. ഇതാണ് നമ്മൾ കടകളിൽ പോയിട്ട് 200 ബില്ലിക്കൊക്കെ 50 രൂപ ഒക്കെ മേടിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് 8 ലിറ്റർ ഉണ്ടാക്കാൻ വെറും 200 രൂപ ചിലവേ ഉള്ളൂ. 10 ലിറ്റർ ഉണ്ടാക്കാൻ മതി. 10 ലിറ്റർ ഉണ്ടാക്കാൻ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ 200 രൂപ ചിലവുള്ള ഒരു കിറ്റിന് കടയിൽ പോയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കെമിക്കലിൻ്റെ കടയിൽ എല്ലാ ജില്ലയിലും എല്ലാ ടൗണിലും ഉണ്ടാവും, കെമിക്കലിൻ്റെ കട ഉണ്ടാവും. അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ഇതിന് കിറ്റ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മളെ ആവശ്യത്തിന് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് വിൽക്കും ചെയ്യാം, ഷോപ്പിൽ കൊടുക്കും ചെയ്യാം. ലാഭകരമായ ഒരു ബിസിനസ് കൂടിയാണ് കേട്ടോ. നല്ല ലാഭം കിട്ടുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു കുപ്പിയിലേക്ക് ആക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഡിഷ് വാഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും മറക്കരുത്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ മറക്കണം. അപ്പോൾ അതുവരെ ബൈ.